ബജറ്റ് അവതരണത്തിനൊരുങ്ങി മൂന്നാം മോദി സർക്കാർ. ഈ മാസം 23 ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും. പാർലമെന്റ് ബജറ്റ് സമ്മേളനം ജൂലൈ 22 മുതൽ ഓഗസ്റ്റ് 12 വരെ. മുതലപ്പൊഴി അപകടങ്ങളിൽ സർക്കാർ വകുപ്പുകൾ ജാഗ്രത കാട്ടിയില്ലെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ. അദാനി സ്പോട്ടുമായി സർക്കാർ ഉണ്ടാക്കിയ വ്യവസ്ഥകൾ നടപ്പിലാക്കിയില്ല. പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ വകുപ്പുകൾ അലംഭാവം കാട്ടിയെന്നും കമ്മീഷൻ. സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു. ഇന്നലെ മാത്രം പനിക്ക് ചികിത്സ തേടിയത് 11,000-ത്തിലധികം രോഗികൾ. രോഗികളുടെ എണ്ണം കൂടുമെന്ന് ആരോഗ്യവകുപ്പ്. ഏറ്റവും അധികം രോഗികൾ മലപ്പുറത്ത്. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ നിർദ്ദേശം. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. ജൂലൈ 25-നകം അപേക്ഷകർക്ക് റിപ്പോർട്ട് നൽകണം. വിലക്കപ്പെട്ടവ ഒഴികെ മറ്റൊന്നും മറച്ചുവെക്കരുതെന്നും വിവരാവകാശ കമ്മീഷൻ. കൂടോത്ര വിവാദത്തിൽ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ്. പണിയെടുക്കാതെ കൂടോത്രം ചെയ്താൽ പാർട്ടി ഉണ്ടാകില്ലെന്ന് അഭിൻ വർക്കി. യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷന്റെ വിമർശനം കുറ്റ്യാടിയിൽ നടന്ന പരിപാടിയിൽ. കുഴിയും ചെളിയും നിറഞ്ഞ മലപ്പുറം കടലുണ്ടി പരപ്പനങ്ങാടി റോഡ്. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഇടപെടുന്നില്ലെന്ന ആക്ഷേപം. കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ അതിർത്തിയിലാണ് ഈ പാതാളക്കുഴിയുള്ളത്. മറ്റൊരു കാര്യമുള്ളത്, തൊട്ടപ്പുറത്താണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മണ്ഡലം. തൊട്ടിപ്പുറത്ത് 2 പ്രതിപക്ഷ MLA-മാരുടെ മണ്ഡലമാണ്. അവിടെയാണ് ജനങ്ങൾ ഈ കുഴിയിൽ വീണ് പോകേണ്ട ഗതികേടിലുള്ളത്. കേരള വിഷൻ ന്യൂസ് പരമ്പര കുഴിയടയ്ക്കാം തുടരുന്നു. കാസർകോട് അരയൻകുളത്ത് പട്ടികവർഗ വിദ്യാർത്ഥികളുടെ പഠന പ്രതിസന്ധിക്ക് പരിഹാരം. സ്കൂളിലെത്താനുള്ള വിദ്യാവാഹിനി പദ്ധതി പുനഃസ്ഥാപിച്ചു. കേരള വിഷൻ ന്യൂസ് ഇംപാക്ട്. മൂന്നാം മോദി സർക്കാരിന്റെ കേന്ദ്ര ബജറ്റ് ഈ മാസം 23-ന് അവതരിപ്പിക്കും. പാർലമെന്റ് ബജറ്റ് സമ്മേളനം ഈ മാസം 22 മുതൽ ഓഗസ്റ്റ് 12 വരെയാണ്.